നമ്മുടെ ആരോഗ്യ രംഗത്ത് എന്താണ് സംഭവിക്കുന്നത്? കഴിഞ്ഞ ദിവസം കൊല്ലം പന്മന സ്വദേശിയെ വേണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വലിയ ആരോപണം കുടുംബം ഒരു ഭാഗത്ത് ഉയർത്തുന്നു. അത് ചികിത്സാ പിഴവ് കൊണ്ടുണ്ടായിട്ടുള്ള മരണമാണ് എന്ന ആരോപണം ഉയർത്തുന്നു. ഒരു ഭാഗത്ത് വേണു തന്നെ ഇത് സുഹൃത്തുക്കളോട് എന്താണ് തന്റെ അവസ്ഥയെന്ന് പറഞ്ഞ ശബ്ദരേഖ ഉൾപ്പെടെ നമ്മൾ കാണുന്നു. അതിനുശേഷവും ഇതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് ആ ആശുപത്രി ഉദ്യോഗസ്ഥർ ഡോക്ടർമാരൊക്കെ രംഗത്ത് വന്നതെന്ന് നമ്മൾ കണ്ടതാണ്. ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നു എന്താണ് അവിടുത്തെ സാഹചര്യം എന്നത്. നമുക്ക് ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ അറിയാം. നേരത്തെയും ആ സംവിധാനത്തിലെ സിസ്റ്റത്തിലെ പാളിച്ച പുറത്തു കൊണ്ടുവന്ന പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ചയാക്കിയ വ്യക്തിയാണ് ഡോക്ടർ ഹാരിസ്. ആ ഡോക്ടർ ഹാരിസ് തന്നെ വേണ്ടി വന്നു ഇപ്പോഴും എന്താണ് അവിടുത്തെ അവസ്ഥയെന്ന് തുറന്നു പറയുന്നതിന്. മറ്റാർക്കും അതിനുള്ള ധൈര്യമില്ല എന്നതാണ് ആ കുടുംബം ഉൾപ്പെടെ ആരോപിച്ചിരുന്നത്. ഇപ്പോൾ അവിടുത്തെ തന്നെ ഒരു ഡോക്ടർ പറയുകയാണ് വേണുവിനെ തറയിൽ കിടത്തിയാണ് ചികിത്സിച്ചിരുന്നത്. ഈ അത്യാസന്ന നിലയിൽ കൊണ്ടുവരുന്ന രോഗികളെ എങ്ങനെയാണ് തറയിൽ കിടത്തി ചികിത്സിക്കാനാവുക എന്ന് ആ ഡോക്ടർ ചോദിക്കുകയാണ്. എത്ര അപരിഷ്കൃതമായ സാഹചര്യമാണ് അത് എന്ന് ഡോക്ടർ ചോദിക്കുകയാണ്. നാടാകെ മെഡിക്കൽ കോളേജുകൾ തുടങ്ങിയിട്ട് കാര്യമില്ല. ഈ രോഗികൾക്ക് മതിയായ വിധത്തിലുള്ള ചികിത്സ നൽകാൻ കഴിയണം. സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിലെ ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിയണം. സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കണം. പ്രാകൃതമായ ഇത്തരം സാഹചര്യങ്ങളാണ് മാറേണ്ടത് എന്നത് അടിവരയിട്ട് പറയുകയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. നമുക്ക് കൊല്ലം മെഡിക്കൽ കോളേജുണ്ട്, കൊല്ലം ജില്ലാ ആശുപത്രിയുണ്ട്, കരുനാഗപ്പള്ളി ഹോസ്പിറ്റലുണ്ട്. എവിടെയെങ്കിലും പല ആശുപത്രികൾ താണ്ടിയാണ് അദ്ദേഹത്തിന് ഇവിടം വരെ വരേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മളിപ്പം ഈ നാടൊട്ടൊക്കെ മെഡിക്കൽ കോളേജുകൾ തുടങ്ങുന്നു എന്ന് പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്ക് വേണ്ടുന്നത് ഏറ്റവും ടെർഷറി കെയർ, അതായത് ഏറ്റവും സൂപ്പർ സ്പെഷ്യാലിറ്റി ലെവലിലുള്ള ടെർഷറി കെയർ സെന്ററുകളാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതുപോലുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി തന്നെ ആണ് ഇത്തരം ഹോസ്പിറ്റലുകൾ തുടങ്ങേണ്ടത്. അപ്പം മെഡിക്കൽ കോളേജ് തന്നെ വേണമെന്നില്ല. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നമുക്ക് മെഡിക്കൽ കോളേജിന്റെ സൗകര്യങ്ങൾ തുടങ്ങുന്നതായിരിക്കും കൂടുതൽ എളുപ്പമുണ്ടായത്. വേണുവിനെ തറയിലാണ് കടത്തിയിരുന്നത്. നമുക്കറിയാം അവിടെ 1-ാം വാർഡ്, 2-ാം വാർഡ്, 28-ാം വാർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇന്നത്തെ സംസ്കാരത്തിലുള്ള ആർക്കും അവിടെ പോകാൻ പറ്റത്തില്ല. അത്രയും ഒരു രോഗിയെ എങ്ങനെയാണ്, ഒരു രോഗത്തിലുള്ള ഒരാളിനെ എങ്ങനെയാണ് തറയിൽ കിടത്തി ചികിത്സിക്കാൻ പറ്റുക? അപ്പോ അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ച് അവിടെ തന്നെ സേവനം അനുഷ്ഠിക്കുന്ന ഡോക്ടറാണ്. യൂറോളജി വിഭാഗം മേധാവിയാണ്. കഴിഞ്ഞ തവണ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവിനെ കുറിച്ച് അദ്ദേഹം പൊതുസമൂഹത്തോട് തന്നെ തുറന്ന് കാര്യങ്ങൾ പറഞ്ഞതാണ്. അത് വലിയ ചർച്ചയായതാണ്. ഒടുക്കം അദ്ദേഹത്തെ തന്നെ കുടുക്കുന്ന തരത്തിലേക്ക് അന്വേഷണവും മറ്റും നീളുന്നതും നമ്മൾ കണ്ടതാണ്. പിന്നീട് അതിൽ നിന്നൊക്കെ അദ്ദേഹം കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഇപ്പോൾ അദ്ദേഹം ഒരു കാര്യം കൂടി തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നൊരു കാര്യം, 1986 അവിടെ പഠനത്തിന് ചേർന്ന വ്യക്തിയാണ് ഞാൻ. അവിടെ അന്ന് ഇത്രയും രോഗികൾ നിലത്ത് കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് ഇത്രയും കാലം പുരോഗമിച്ചതിന് ശേഷം, ഇത്രയും പതിറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷം അത്രയും അപരിഷ്കൃതമായ ഒരു സമീപനം എങ്ങനെ ഉണ്ടാകുന്നു? അത്രയും പേർക്ക് തറയിൽ കിടക്കേണ്ടി വരുന്ന സമീപനം എങ്ങനെ ഉണ്ടാകുന്നു? ശ്വാസം മുട്ടലും ക്യാൻസറുമായിട്ടൊക്കെ വരുന്ന രോഗികൾക്ക്, അത്യാസന്ന നിലയിലെത്തുന്ന രോഗികൾക്ക് എങ്ങനെ തറയിൽ കിടത്തി ചികിത്സ നൽകും എന്നൊരു ചോദ്യം ഒരു ഡോക്ടർ തന്നെ ചോദിക്കുന്ന സാഹചര്യം, അതിൻ്റെ ഗൗരവം എത്ര വലുതാണ് എന്ന് ഓർത്തു നോക്കൂ. അവിടെ രോഗികളുടെ എണ്ണം കൂടുന്നതിന് ഡോക്ടർമാരല്ല ഉത്തരവാദി. എണ്ണം കൂടുന്നത് കൊണ്ട് അവർക്ക് ഏതെങ്കിലും തരത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ പോകുന്നെങ്കിൽ അതിനും ഉത്തരവാദികൾ ഡോക്ടർമാരല്ല. അവർ അവരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സമരത്തിലേക്ക് പോവുകയാണ്. സൂചനാ സമരം കൊണ്ട് ഫലമില്ലാത്തതിനാൽ സമരത്തിലേക്ക് പോകേണ്ടി വരുന്ന ഡോക്ടർമാരുണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഇതിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ? അതിനും ഉത്തരം പറയേണ്ടത് ഡോക്ടർമാരല്ല, ഈ സംവിധാനത്തെ നയിക്കുന്നവരാണ്. അപ്പോൾ നിരവധിയായ പ്രശ്നങ്ങൾ അവിടെയുണ്ട്. അവിടെ രോഗികളെ കിടത്തി ചികിത്സിക്കാനുള്ള സംവിധാനം പോലുമില്ല. മേനി പറച്ചിൽ കൊണ്ട് കാര്യമില്ല. അവിടെ രോഗികൾക്ക് സൗകര്യമൊരുക്കണം. മതിയായ ചികിത്സ കിട്ടണമെങ്കിൽ ഇപ്പോഴും സ്വകാര്യ ആശുപത്രികളെ സമീപിക്കേണ്ടുന്ന സാഹചര്യമാണ് എന്ന് ആ ഡോക്ടർ തുറന്നു പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്ന് പറഞ്ഞ് നമ്മുടെ ആരോഗ്യ സംവിധാനം ആകെ മോശമാണ് എന്നതല്ല, ഇങ്ങനെ ചില യാഥാർത്ഥ്യങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ഉണ്ട് എന്ന വസ്തുത അധികൃതർ
സമ്മതിക്കേണ്ടി വരുന്നു എന്നതാണ്. അവിടുത്തെ ഡോക്ടർ തന്നെ പറയുന്നു, ഇത്രയധികം ആളുകൾ, സ്വാഭാവികമായും രോഗികളുടെ എണ്ണത്തിൽ വർധന വരും, ജനസംഖ്യാ വർധന വരുമ്പോൾ തന്നെ രോഗികളുടെ എണ്ണത്തിൽ വർധന ഉണ്ടാകും, അത് അവിടെ പ്രതിഫലിക്കുന്നുണ്ടാകാം. പക്ഷേ അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും മറ്റുമാണ് നമ്മൾ ചെയ്യേണ്ടത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് റഫർ ചെയ്തു വരുന്ന രോഗികൾക്ക് ചികിത്സ നൽകാനുള്ള ഇടമാണ്. അങ്ങനെ ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ച് വരുന്നവരെ തറയിൽ ഒരു ബെഡിൽ 2 പേരെന്നൊക്കെ നിലയിൽ കിടത്തി എങ്ങനെ ചികിത്സിക്കും? അത് ഡോക്ടർമാർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട്, ആ രോഗികൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട്, വയ്യായികയുമായി വരുന്നവർക്ക് ശരിയായ വിധത്തിൽ ഒന്ന് കിടക്കാൻ പോലും പറ്റുന്നില്ല ഉള്ള ഒരു സാഹചര്യം നമ്മൾ നമ്പർ 1 കേരളം എന്ന് പറയുന്നിടത്തുണ്ട് എങ്കിൽ അതെന്തൊരു മോശം അവസ്ഥയാണ് എന്നത് അതിനെ നയിക്കുന്നവർ തന്നെയാണ് ആലോചിക്കേണ്ടത്. എന്തായാലും ഇത് തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ഡോക്ടർ ഹാരിസിനെതിരെ ഇനി കൂടുതൽ നടപടികൾ ഉണ്ടാവുമോ ഇല്ലയോ എന്നത് നമ്മൾക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടുന്ന കാര്യമാണ്. പക്ഷേ ഇത്തരം പ്രതികാര നടപടികളോ മറ്റോ അല്ല ഇതിന് ആവശ്യം. എന്താണ് യാഥാർത്ഥ്യം എന്നത് ഉൾക്കൊണ്ടുകൊണ്ട് അതിന് പ്രശ്ന പരിഹാരം എന്നതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങേണ്ടത്. അതിനുള്ള ഉത്തരവാദിത്തമാണ് അതിനെ നയിക്കുന്നവർ കാണിക്കേണ്ടത്. ഇവിടെ ആ കുടുംബം വീണ്ടും രംഗത്ത് വരുന്നുണ്ട്. അവർ പറയുന്നൊരു കാര്യം, ക്രിയാറ്റിൻ ലെവൽ കുറവായിരുന്നു എന്നതുൾപ്പെടെയുള്ള ക്രിയാറ്റിൻ ലെവൽ കുറവായതുകൊണ്ടാണ് ഈ ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റാതെ പോയത് എന്നതൊക്കെ ഈ ഡോക്ടർമാർ ഒരു കാരണമായി പറയുന്നുണ്ടായിരുന്നു. 24 മണിക്കൂർ കഴിഞ്ഞു, ഇവരുടെ ശാരീരിക അവസ്ഥ അതിന് യോജിച്ചതായിരുന്നില്ല. അപ്പോൾ ക്രിയാറ്റിൻ ലെവൽ കൂടുതലായിരുന്നു എന്നൊരു വാദമാണ് ഈ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഉൾപ്പെടെ പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ ആയിരുന്നില്ല എന്ന് കുടുംബം ഇപ്പോൾ പറയുന്നുണ്ട്. അവരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ അവർ കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ നടത്തിയ ചികിത്സയുടെ ഫലങ്ങൾ ഈ ഡോക്ടർമാർ പറഞ്ഞതിന് വിപരീതമാണ് എന്ന കാര്യമാണ് ചികിത്സാ രേഖകൾ മുന്നോട്ട് വെച്ച ആ കുടുംബം സൂചിപ്പിക്കുന്നത്. അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കാനും മറ്റുമുള്ള ശ്രമം ആസൂത്രിതമായി നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം അവിടെ ഉണ്ടാകണം എന്ന കാര്യം ആ കുടുംബം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. അവർക്ക് നീതി ഉറപ്പാക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ എന്താണോ യാഥാർത്ഥ്യം അതിനെ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നവരായിരിക്കരുത് ആ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കേണ്ടത്. മന്ത്രി ആവശ്യപ്പെട്ട റിപ്പോർട്ട് ഇന്ന് കൈമാറും എന്നതാണ് മനസ്സിലാകുന്നത്. അത് സത്യസന്ധമാകട്ടെ. കുറ്റക്കാരുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകണം. ഇത്തരം വീഴ്ചകൾ, പാളിച്ചകൾ, ബുദ്ധിമുട്ടുകൾ അവിടെ എത്തുന്ന രോഗികൾക്കുണ്ടാകാതിരിക്കാനുള്ള അടിയന്തര ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കണം എന്നതാണ് പറയാനുള്ളത്.